പ്രിയ സുഹൃത്തെ, പരിണാമത്തിൻ്റെ അനിഷേധ്യമായ, അത്യുജ്വലമായ, അതിമനോഹരമായ 21ാം നൂറ്റാണ്ടേകിയ ഒരു പരീക്ഷണത്തിലേക്ക്, തെളിവ് നൽകിയ ഒരു പരീക്ഷണത്തിലേക്ക് നമുക്കിനി അല്പം ഈ അധ്യായത്തിൽ ശ്രദ്ധിക്കാം. പല സൃഷ്ടിവാദികളും പരിണാമ സിദ്ധാന്തത്തെ നോക്കി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: മൃഗശാലകളിൽ അധിവസിക്കുന്ന കുരങ്ങുകൾ എന്തുകൊണ്ട് പരിണമിച്ച് മനുഷ്യനാകുന്നില്ല? മനുഷ്യർ എന്തുകൊണ്ട് ഇപ്പോൾ പരിണമിച്ച് മറ്റു ജീവിവർഗങ്ങളായി മാറുന്നില്ല? ഇതൊക്കെ അടിസ്ഥാനപരമായി എന്താണ് പരിണാമ സിദ്ധാന്തം എന്നു മനസ്സിലാക്കാതെയുള്ള വിഡ്ഢിച്ചോദ്യങ്ങളാണ്. എന്താണ് പരിണാമം എന്ന് നിങ്ങൾക്കറിയാം എങ്കിൽ തന്നെയും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് 1-2 കാര്യങ്ങൾ ഞാനിവിടെ പറയാം. നിലനിൽക്കുന്ന ജീവിവർഗത്തിൽ, അതിൻ്റെ ലൈംഗിക കോശത്തിൽ മ്യൂട്ടേഷൻ സംഭവിച്ച് അത് ആ മ്യൂട്ടേഷൻ അടുത്ത തലമുറയിലേക്ക് പകർത്തപ്പെട്ട് അത് നാച്ചുറൽ സെലക്ഷൻ വഴി സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ സഞ്ചിതമാകുന്ന മാറ്റങ്ങളാണ് മറ്റൊരു പുത്തൻ ജീവിയുടെ, മറ്റൊരു സ്പീഷീസിന്റെ ഉത്ഭവത്തിന് നിദാനമായി വർത്തിക്കുന്ന ഘടകമെന്നാണ് പരിണാമ സിദ്ധാന്തം നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ നടക്കണമെങ്കിൽ കോടാനുകോടി വർഷത്തെ കാലയളവ് വേണ്ടിവരും. ഭൂമിയിൽ ജീവൻ ഉണ്ടായിട്ട് തന്നെ 350 കോടി കൊല്ലമായി. മനുഷ്യപരിണാമം എന്ന് പറയുന്നത് പരിണാമത്തെ ഒരു വാച്ചിനോട് ഉപമിക്കാമെങ്കിൽ, 24 മണിക്കൂറിനോട് ഉപമിക്കാമെങ്കിൽ 11ാം മണിക്കൂർ 59 സെക്കൻഡിൽ സംജാതനായതിനാണ് മനുഷ്യൻ. അത്രത്തോളം പരിണാമത്തിന്റെ അറ്റത്തു നിൽക്കുന്ന ഒരു കണ്ണിയാണ് ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ്. ഈ 350 കോടി കൊല്ലം കൊണ്ട് സംഭവിച്ച പരിണാമത്തെ എങ്ങനെയാണ് തെളിയിക്കാൻ സാധിക്കുക? അതും പരിണാമത്തെ കൺമുന്നിൽ കാണാൻ സാധിക്കുമോ എന്നുള്ളത്. ഈ കുരങ്ങിന്റെ പരിണാമത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഡാർവിനും ഹക്സ്ലിയുമൊക്കെ തന്നെ പരിണാമത്തെ കൺമുന്നിൽ കാണാൻ സാധ്യമല്ല എന്ന് വിശ്വസിച്ചിരുന്നു. ഡാർവിൻ കൃത്രിമ നിർദ്ധാരണത്തെ കണ്ടിരുന്നു. അത് പല തലമുറകൾ എടുത്തുകൊണ്ടുള്ള മനുഷ്യൻ നാച്ചുറൽ സെലക്ഷനിൽ ഇടപെട്ടുകൊണ്ട് നടത്തുന്ന ഒരു നിർദ്ധാരണമാണല്ലോ. അത്തരത്തിൽ മനുഷ്യന്റെ കൺമുന്നിൽ ഒരു മനുഷ്യായുസ് കൊണ്ട് കാണാൻ പറ്റിയ അതിമഹത്തായ
21-ാം നൂറ്റാണ്ടിന്റെ സംഭാവനയായ ഒരു പരീക്ഷണത്തിലേക്കാണ് നമ്മൾ ഇവിടെ അല്പം അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങിച്ചെല്ലുന്നത്. ഈ അധ്യായത്തെ വിവരിക്കുന്ന വേളയിൽ റിച്ചർഡ് ഡോക്കിൻസ് അദ്ദേഹത്തിന്റെ ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത് എന്ന പുസ്തകത്തിൽ ഈ അധ്യായത്തിൽ പരിണാമം നമ്മുടെ കൺമുന്നിൽ എന്ന അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ ജോലി ചെയ്ത് ക്ഷീണിതനായി വന്നിരിക്കുന്ന രാത്രിയിലാണെങ്കിൽ ഈ അധ്യായം തൽക്കാലം വായിക്കണ്ട, ശാന്തമായ മറ്റൊരു അന്തരീക്ഷത്തിലാവട്ടെ വായന എന്ന് അദ്ദേഹം അതിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇതല്പം സാങ്കേതികത്വം നിറഞ്ഞ ഒരു പരീക്ഷണം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ശങ്കിക്കേണ്ട, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് വളരെ പ്രാഥമികമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിസങ്കീർണതയെ ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ ഇവിടെ ഈ പരീക്ഷണത്തെ വിശദീകരിക്കുവാൻ മുതിരുന്നത്. ഈ പരീക്ഷണം നടത്തിയത് റിച്ചർഡ് ലെൻസ്കി എന്ന അമേരിക്കയിലെ മിഷിഗൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബാക്ടീരിയോളജിസ്റ്റായ റിച്ചർഡ് ലെൻസ്കിയാണ്. ഇത് തുടങ്ങിയത് 1988 ഫെബ്രുവരിയിലാണ്. ഇതൊന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന നീണ്ട ഒരു പരീക്ഷണമാണ്. ഇതിനു മുമ്പ് ഈ പരീക്ഷണത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് മുമ്പ് പ്രാഥമികമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ പരീക്ഷണത്തിന്റെ വിശദാംശങ്ങളെ അതിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ പരീക്ഷണത്തിന്റെ ഉദ്ദേശം എന്താണ്? ഈ പരീക്ഷണത്തിൽ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്താണ് പരിണാമം എന്ന് നമ്മൾ കണ്ടു. ഇതുകൊണ്ട് എന്തു മാറ്റമാണ് ഈ പരീക്ഷണത്തിലൂടെ എന്തു മാറ്റമാണ് ലെൻസ്കി കണ്ടെത്തിയത് എന്ന് തുടങ്ങിയ കാര്യങ്ങളെയാണ് നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത്. ഈ പരീക്ഷണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ജീവി അല്ലെങ്കിൽ ഒരു കൂട്ടം സമാനമായ ജീവികൾ അതിനെ പരീക്ഷണശാലയിൽ വളർത്തുമ്പോൾ, ബാക്ടീരിയയാണ് ഇവിടെ പരീക്ഷണ വസ്തു, സമാനമായ പരിണാമമാണോ സംഭവിക്കുന്നത്? പരിണാമ നിരക്കിൽ വ്യത്യാസമുണ്ടോ? ഒരു സ്പീഷീസിനെ മറ്റൊരു സ്പീഷീസിൽ നിന്ന് വേർതിരിക്കുന്ന ഘടകങ്ങൾ വ്യത്യസ്തമായ ശാസ്ത്ര അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ ആഹാരം, വലുപ്പം, ജിനോമിക് സീക്വൻസ്, genome content, എന്നിവയൊക്കെയാണ് ഒരു സ്പീഷീസിനെ മറ്റു സ്പീഷീസിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതെങ്കിൽ ഇതൊക്കെ ഈ പരീക്ഷണത്തിൽ അദ്ദേഹത്തിന് തെളിയിക്കാനായി എന്നുള്ളതാണ് അതിന്റെ രീതിയെങ്കിൽ ഇത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശവും. ചുരുക്കത്തിൽ പരീക്ഷണശാലയിൽ ബാക്ടീരിയകളെ വളർത്തി അവയെ പരിണാമത്തിന് വിധേയമാക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ട് അവയിൽ സംഭവിക്കുന്ന പരിണാമത്തെ കണ്ടെത്തുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ സംഭവിക്കുമ്പോൾ കുറെ പോപ്പുലേഷൻസാണ് അദ്ദേഹം പരിണാമ വിധേയമാക്കുന്നതെങ്കിൽ, അവിടെ ഇൻക്യുബേറ്റ് ചെയ്യുന്നതെങ്കിൽ അവയിലൊക്കെ സമാനമായ പരിണാമമാണോ സംഭവിക്കുന്നത്? ആ സംഭവിക്കുന്ന പരിണാമത്തിന്റെ നിരക്കെത്ര, അതിന്റെ ജിനോം കോഡിൽ ജിനോം സീക്വൻസിൽ വ്യത്യാസം വരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ഈ പരീക്ഷണത്തിൽ ഉദ്ദേശമായി കണ്ടത്. വളരെ ഭാവനാപൂർണമായ ഒരു പരീക്ഷണമാണ് ഇത്. ഭൂമിയിൽ അരങ്ങേറുന്ന പരിണാമത്തെ അതേപടി പരീക്ഷണശാലയിൽ പറിച്ചു നട്ടുകൊണ്ട്
വളരെ നല്ല രീതിയിൽ നടത്തപ്പെട്ട ഒരു പരീക്ഷണമാണ്. ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കുന്നുവോ അതൊക്കെ അതേ രീതിയിൽ മറ്റൊരു മാതൃകയാക്കിക്കൊണ്ട് ഭൂമിയിലെ ജീവജാലങ്ങൾക്കു പകരം അദ്ദേഹം പരീക്ഷണത്തിന് തിരഞ്ഞെടുത്തത് എഷറിച്ചിയ കോളി, ഈ കോളി എന്ന ബാക്ടീരിയയാണ്. ഈക്കോളി ബാക്ടീരിയ ഒരു സമയം, ഈ സംസാരിക്കുന്ന സമയം ഭൂമിയിൽ 100 ബില്യൺ കണക്കിന് കാണപ്പെടും. ബാക്ടീരിയ വളരെ സൂക്ഷ്മമായ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത ഒരു ജീവി ആണെങ്കിൽ തന്നെയും പഠിക്കാൻ ഇറങ്ങിച്ചെന്നാൽ വളരെയധികം കൗതുകം തരുന്ന ഒരു ജീവിവർഗമാണ്. ഭൂമിയിൽ ആദ്യമായി ഉണ്ടായത് തന്നെ ബാക്ടീരിയ ആണല്ലോ, സൈനോ ബാക്ടീരിയ. ബാക്ടീരിയയെ കുറിച്ച് പഠിക്കാൻ വളരെ രസാവഹം എന്നതുകൊണ്ട് മറ്റൊരു അധ്യായം ഞാൻ ചെയ്യുന്നത് കൊണ്ട് കൂടുതലായി ബാക്ടീരിയയെ കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ല. എങ്കിൽ തന്നെയും ഈ പരീക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഇവിടെ പരീക്ഷണ വിധേയമാക്കുന്ന ബാക്ടീരിയയുടെ ചില ഗുണങ്ങളെയും സവിശേഷതകളെയും നമുക്കിവിടെ പരാമർശിക്കേണ്ടതുണ്ട്. ഈ ഈക്കോലി ബാക്ടീരിയ മൊത്തത്തിൽ മിക്കവാറും എല്ലാ ബാക്ടീരിയകളും അലൈംഗികമായി പ്രത്യുൽപാദനം നടത്തുന്നവയാണ്. ഡിവൈഡ് ആൻഡ് ഗ്രോ, 1 2 ആയി, 2 4 ആയി, 4 8 ആയി, 8 16 ആയി, അനുകൂല സാഹചര്യം ഉണ്ടെങ്കിൽ, ആഹാരമുണ്ടെങ്കിൽ വിഘടിച്ച് പോപ്പുലേഷൻ വർദ്ധിക്കുന്ന ഒരു ജീവിവർഗമാണ് ഈക്കോലി ബാക്ടീരിയ. ഈ ബാക്ടീരിയ ഈക്കോലി വളരെ ഉപദ്രവകാരിയല്ല, സഹായകാരിയാണ്. ഞാനിത് സംസാരിക്കുമ്പോൾ എൻ്റെ വൻകുടലിൽ 1 ബില്യൺ ബാക്ടീരിയ ഉണ്ട് എന്നാണ് ലെൻസ്കി എന്നെ പഠിപ്പിക്കുന്നത്. ചില വേളകളിലൊക്കെ ഇത് ഉപദ്രവകാരിയായിട്ട് വന്നതായിട്ടും റിപ്പോർട്ടുകൾ ഉണ്ട്. ഇതിൻ്റെ അതിമഹത്തായ ഈ പരീക്ഷണത്തിന് തന്നെ കാതലായ ഒരു വശമെന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായാണ് പരീക്ഷണത്തെ തുടർന്നു കൊണ്ടുപോകുന്നത്. ഫ്ലാസ്കുകളിൽ 12 ഫ്ലാസ്കുകളിലായിട്ടാണ് ഈ പരീക്ഷണം തുടർന്നു കൊണ്ടുപോകുന്നത്. ദിനംപ്രതി ഫ്ലാസ്കുകൾ മാറ്റുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വഴിയെ വരാം. ഏതു വേളയിൽ വേണമെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ബാക്ടീരിയ സാമ്പിൾ എടുത്ത് മരവിപ്പിച്ച് നിർത്താൻ സാധിക്കും, ഫ്രീസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഫ്രീസ് ചെയ്ത ഈക്കോലി ബാക്ടീരിയയെ ആവശ്യമുള്ള ഘട്ടത്തിൽ വന്ന് എടുത്ത് വീണ്ടും പ്രജനനം നടത്താൻ, വീണ്ടും പ്രത്യുൽപാദനം നടത്താൻ അനുവദിക്കാമെങ്കിൽ, സാഹചര്യങ്ങളെ മാറ്റുകയാണെങ്കിൽ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അത് അതിന്റെ പ്രത്യുൽപാദന പ്രക്രിയ പുനരാരംഭിക്കും എന്നുള്ളതാണ് ബാക്ടീരിയയുടെ ഏറ്റവും അതിപ്രധാനമായ ഒരു പ്രത്യേകത. എത്ര ഭാവനാപൂർണമായിട്ടാണ് ലെൻസ്കി ഇക്കാര്യത്തിൽ വിഭാവനം നടത്തിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കും. മാത്രമല്ല അദ്ദേഹം ഇതിനെ വിശേഷിപ്പിക്കുന്നത് ലിവിംഗ് ഫോസിൽസ് എന്നാണ്. പരിണാമം വികസിക്കുന്ന ഘട്ടത്തിൽ വികസിച്ചു വന്ന ഒരു പോപ്പുലേഷൻ, പഴയ പോപ്പുലേഷൻ, ഇവർ തമ്മിൽ ജീവനോടുകൂടി തന്നെ വളരാനോ മത്സരിക്കാനോ അനുവദിച്ചുകൊണ്ട് അതിന്റെ സാദൃശ്യം മനസ്സിലാക്കാനുള്ള അതിമഹത്തായ ഒരു സന്ദർഭമാണ് ബാക്ടീരിയ ഇവിടെ പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരിണാമവാദികൾക്ക് ബാക്ടീരിയ അമൂല്യമായ ഒരു വസ്തുവായി മാറുന്നത്. ലെൻസ്കി പറയുന്നു, ലൂസി, നമ്മൾ ശീതീകരിക്കപ്പെട്ട് വച്ചിരിക്കുന്ന നമ്മുടെ ഒരു ഫോസിലാണ് ലൂസി.
ലൂസിയുടെ ഒരു അസ്ഥി എടുത്ത്, ശീതീകരിക്കപ്പെട്ട ഒരു അസ്ഥി എടുത്ത് അതിൽ നിന്നും ലൂസിയുടെ വർഗത്തെ പുനർജനിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ആ സ്പീഷീസും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എത്ര നന്നായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന് ആലോചിച്ചു നോക്കൂ. അത്തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഫോസിലീകരിക്കപ്പെട്ട ബാക്ടീരിയയെ വീണ്ടും പരീക്ഷണത്തിന് വേണ്ടിയിട്ട് പുനർജീവിപ്പിച്ചുകൊണ്ട് അതിൻ്റെ സാധ്യതകളെ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ ആകുന്നത്. ഈ ബാക്ടീരിയ ലൈംഗിക പ്രക്രിയയിലൂടെ അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മ്യൂട്ടേഷന്റെ തോത് കുറവായിരിക്കും. അത് ഇങ്ങനെ അലൈംഗികമായി പ്രത്യുൽപാദനം നടത്തുന്നത് കൊണ്ട് സമാനമായ ക്ലോണുകളായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. എങ്കിൽ തന്നെയും ഈ 100 ബില്യൺ ബാക്ടീരിയ ഭൂമുഖത്ത് ഉള്ളത് കൊണ്ട് ഒരു ദിവസം ഒരു മ്യൂട്ടേഷൻ എങ്കിലും ലോകത്ത് എവിടെയെങ്കിലും സംഭവിക്കാമെന്നാണ് ലെൻസ്കി കണക്ക് കൂട്ടിയിട്ടുള്ളത്. ഇനി ഈ പരീക്ഷണത്തിന്റെ സങ്കീർണമായ ഒരു വിഷയത്തിലേക്ക് കൂടെ ഒരല്പം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഈക്കോലി ബാക്ടീരിയയുടെ അര എന്നൊരു ജീനുണ്ട്. ആ ഒരു ജീൻ നൽകിയിരിക്കുന്ന പേരാണ് അര. ഈ അര ജീനിന് അര പ്ലസ് അര മൈനസ് എന്ന് 2 വകഭേദങ്ങളുണ്ട്. ഇത് പരീക്ഷണഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ടെക്നിക് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത്. ഈ അര പ്ലസ് അര മൈനസ് എന്ന ജീനിന്റെ വകഭേദത്തെ തിരിച്ചറിയൽ പ്രയാസമാണ്. ഈ ജീനിന്റെ വകഭേദം കൊണ്ട് പ്രത്യേകിച്ചൊരു പ്രഭാവമൊന്നും ബാക്ടീരിയക്ക് ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഈ അരാജീനിനെ, അര പ്ലസ് അര മൈനസ് എന്ന ജീനിനെ തിരിച്ചറിയാൻ, വകഭേദത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അത് പ്ലേറ്റിംഗ് ഔട്ട് ചെയ്താൽ അതിന്റെ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഷുഗർ അരബിനോസും പോഷക സൂപ്പും ടെട്രോസോളിയം എന്ന രാസ ഡൈയും അടങ്ങിയ ഒരു അഗാർ പ്ലേറ്റിൽ ഇതിനെ ഇൻക്യുബേറ്റ് ചെയ്താൽ ഇത്തരം ഒരു പ്ലേറ്റിൽ, അതായത് പോഷക സൂപ്പും ഷുഗർ അരബിനോസും ടെട്രോസോളിയം എന്നറിയപ്പെടുന്ന രാസ ഡൈയും അടങ്ങിയ ഒരു അഗാർ പ്ലേറ്റിലേക്ക് ബാക്ടീരിയ അടങ്ങുന്ന ദ്രാവകത്തിന്റെ ഒരു തുള്ളി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പോഷക സൂപ്പിനെ ആഹരിച്ചുകൊണ്ട് ബാക്ടീരിയ മായാവലയം പോലെ അവിടെ പെരുകും എന്നുള്ളതാണ്. അപ്പോഴും നമുക്ക് അര പ്ലസ് അര മൈനസ് എന്ന വകഭേദത്തെ തിരിച്ചറിയാനായിട്ടാണ് നമ്മൾ ഷുഗർ അരബിനോസും ടെട്രോസോളിയം എന്ന രാസഡയും അവിടെ ഉപയോഗിച്ചത്. ഇത് രണ്ടിന്റെയും സാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ട് അര പ്ലസ് വെള്ളയായിട്ടും അര മൈനസ് ചുവപ്പായിട്ടും കാണപ്പെടും. അതായത് ഒരു കൂട്ടം ബാക്ടീരിയയെ കളർ കോഡിംഗ് കൊണ്ട് 2ആയി തിരിച്ചറിയാനുള്ള ഒരു പ്ലേറ്റിംഗ് ഔട്ട് സംവിധാനത്തെ, ബാക്ടീരിയോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു പ്ലേറ്റിംഗ് ഔട്ട് സംവിധാനത്തെ ഇവിടെ ലെൻസ്കി സമർത്ഥമായി ഉപയോഗിക്കുകയാണ്. ഈ പക്ഷിശാസ്ത്രജ്ഞന്മാർ പക്ഷിയെ നിരീക്ഷിക്കാൻ വേണ്ടി, വ്യക്തിഗതമായ പക്ഷിയെ തിരിച്ചറിയാൻ വേണ്ടി അതിന്റെ കാലിൽ കളറിംഗ് ഇടാറുണ്ട്, കളർ കോഡിംഗ്. അതുപോലത്തെ ഒരു കളർ കോഡിങ്ങിന് പകരം ഇവിടെ ജീൻ കോഡിംഗ് ആണ്, ജീൻ തിരിച്ചറിയലാണ് ലെൻസ്കി നടത്തിയിട്ടുള്ളത്. ഒരു കൂട്ടം ബാക്ടീരിയകളെ വ്യത്യസ്തമായി തിരിച്ചറിയണമെങ്കിൽ ഈ പ്ലേറ്റിംഗ് ഔട്ട് നടത്തിക്കഴിഞ്ഞാൽ വെള്ളയും ചുവപ്പും വരുന്നത് കൊണ്ട് ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണ് അത് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ബാക്ടീരിയ എന്ന് മനസ്സിലാക്കി, എന്താണ് ഈ പരിണാമ പരീക്ഷണത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് മനസ്സിലാക്കി. പ്ലേറ്റിംഗ് ഔട്ട് ഈ ഉപയോഗിക്കുന്ന ബാക്ടീരിയകളുടെ ഗ്രൂപ്പിനെ തിരിച്ചറിയാനുള്ള
പ്ലേറ്റിംഗ് ഔട്ട്, അര പ്ലസ് അര മൈനസ് എന്ന ചുവപ്പും വെള്ളയുമുള്ള ഗ്രൂപ്പുകൾ, കളർ കോഡിംഗ് ഉള്ള ഗ്രൂപ്പുകൾ ഇതിനെ കണ്ടെത്തി. ഇത്രയും നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി പരീക്ഷണത്തിന്റെ വിവിധ വശങ്ങളിലേക്ക് നമുക്ക് ലഘുവായി ചെന്ന് പരിശോധിച്ച് തിരിച്ചു വരാം. ഇത്തരത്തിലുള്ള ഈക്കോലി ബാക്ടീരിയയുടെ ഒരു സാമ്പിളിനെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇതിനെ 12 ഫ്ലാസ്കുകളിലായിട്ട്, ചെറിയ ഫ്ലാസ്കുകളിലായിട്ട് ഇട്ടു. അതിനകത്ത് ഗ്ലൂക്കോസ് ഉൾപ്പെടെയുള്ള പോഷക സൂപ്പ് കരുതിയിരുന്നു. സിട്രേറ്റ് എന്ന മാധ്യമവും അവിടെ ഉണ്ട് എന്ന് ശ്രദ്ധിക്കുക. അതിന്റെ കാര്യം ഈ എപ്പിസോഡിന്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഫ്ലാസ്കുകളെ പ്രകമ്പനം ചെയ്യുന്ന ഒരു ഇൻക്യുബേറ്ററിൽ വൃത്തിയായി അദ്ദേഹം സൂക്ഷിച്ചു. ഈ പ്രകമ്പനം ചെയ്യിക്കുന്നത് ഈ ബാക്ടീരിയ ഫ്ലാസ്കിൽ എല്ലായിടത്തും തുല്യമായി വ്യാപിക്കാൻ വേണ്ടിയിട്ടാണ്. പോഷക സൂപ്പിനെ ആഹരിച്ചുകൊണ്ട്, രാവിലെ ഇട്ടുകൊടുക്കുന്ന പോഷക സൂപ്പിനെ ആഹരിച്ചുകൊണ്ട് ഈ കോലി ആ ഫ്ലാസ്കിനകത്ത് പെരുകും. ഇന്ന് ആഹാരം ഇട്ടുകൊടുത്തു. ഒരു ദിവസം ഒരു നേരം മാത്രമേ നിശ്ചിത അളവിൽ ആഹാരം ഇട്ടുകൊടുക്കുകയുള്ളൂ. ഈ പോഷക സൂപ്പ് എന്ന് പറയുന്നത് ഒരു നിയന്ത്രണ ശക്തിയാണ്, ബ്രേക്കിംഗ് ഫോഴ്സ്. ആവശ്യത്തിന് മാത്രം ഇട്ടുകൊടുത്ത് ഒരു പരിസ്ഥിതി വരെ മാത്രം അതിനെ വളർത്താൻ അനുവദിക്കുക. പോഷക സൂപ്പ് അവസാനിക്കുമ്പോൾ ഈ പെറ്റുപെരുകൾ വ്യാപനം നിന്ന് ഒരു സ്ഥായി ഭാവത്തിലേക്ക്, ഒരു കോൺസ്റ്റന്റിലേക്ക് ഈ ബാക്ടീരിയ എത്തിച്ചേരും. അതേസമയം പിറ്റേ ദിവസം ഈ 12 ഫ്ലാസ്കുകളിൽ നിന്നും 100-ൽ ഒരു അംശം മറ്റു 12 ഫ്ലാസ്കുകളിലേക്ക് മാറ്റിയിരിക്കും. അതായത് ഒരു ഫ്ലാസ്കിൽ നിന്നും 100-ൽ ഒരു അംശം മറ്റൊരു ഫ്ലാസ്കിലേക്ക് മാറ്റും എന്നുള്ളതാണ്. അങ്ങനെ 12 ഫ്ലാസ്കുകളിൽ നിന്നും 100-ൽ ഒരു അംശം 12 ഫ്ലാസ്കുകളിലേക്ക് മാറ്റി 1988 മുതൽ ഇന്ന് വരെ ഈ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ എത്ര കാലദൈർഘ്യമേറിയ പരീക്ഷണം എന്ന് നോക്കുക. എത്ര ഫ്ലാസ്കുകളായിരിക്കും ലെൻസ്കിയുടെ പരീക്ഷണശാലയിൽ ഇപ്പോൾ ഉള്ളത് എന്നും അതിൽ നിന്നും മരവിപ്പിച്ച ഫോസിലുകൾ വേറെയുണ്ട് എന്നും വേറെ പല വഴിക്ക് തന്നെ ഈ പരീക്ഷണത്തെ അദ്ദേഹം വേർതിരിച്ചു വിട്ടു എന്ന നിലയ്ക്കും എത്ര ബൃഹത്തായ ഒരു പരീക്ഷണമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ പരീക്ഷണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ സംഭവിക്കുന്ന സമാനമായ പരിസ്ഥിതിയാണ് ലെൻസ്കി പരീക്ഷണശാലയിൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ജീവിയുടെ അതിജീവനത്തെ സഹായിക്കുന്നത് പ്രകൃതി നിർദ്ധാരണം നടക്കണമെങ്കിൽ അതിന് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. അവിടെ ആഹാരവും ജീവിത സാഹചര്യവും നിലനിൽക്കുമെങ്കിൽ, ജീവിവർഗം പെറ്റുപെരുകുമെങ്കിൽ, വേണ്ടപ്പെട്ട മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ, പട്ടിണിയും ആഹാര ലഭ്യതയും മാറി മാറി വരുന്ന ഒരു പ്രക്രിയയാണ് ഭൂമിയിൽ സംഭവിക്കുന്നത് എങ്കിൽ അതിനെ പറിച്ചു നട്ടുകൊണ്ടാണ്, ആ രീതിയെ പരീക്ഷണശാലയിൽ പിന്തുടർന്നുകൊണ്ടാണ് ലെൻസ്കി ഈ പരീക്ഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഭൂമിയിൽ ദൈർഘ്യകാലത്ത് സംഭവിക്കുന്ന ഒരു പ്രക്രിയയെ ഇവിടെ അദ്ദേഹം പരീക്ഷണശാലയിൽ സമർത്ഥമായി നടത്തുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ മറ്റു ഫ്ലാസ്കുകളിലേക്ക് പകർത്തപ്പെടുന്ന ബാക്ടീരിയകൾ
ഏത് ഫ്ലാസ്കിൽ നിന്നാണോ പകർത്തുന്നത് ആ ഫ്ലാസ്കിലെ അതേ ക്ലോണുകൾ ആയിരിക്കുമല്ലോ. വ്യത്യാസം അപൂർവമാണ്. അവിടെ മ്യൂട്ടേഷൻ ക്ലോൺ ആയതുകൊണ്ട്, അത് അലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്നത് കൊണ്ട് DNA മ്യൂട്ടേഷന്റെ തോത് വളരെ കുറവായിരിക്കും. അതേസമയം ഉൽപരിവർത്തനം സംഭവിക്കില്ല എന്നും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും മ്യൂട്ടേഷൻ സംഭവിക്കും. അങ്ങനെ സംഭവിക്കും എന്ന് കരുതിക്കൊണ്ട് തന്നെയാണല്ലോ ഈ പരീക്ഷണം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ സംഭവിക്കുമെങ്കിൽ എന്തു മാറ്റമാണ് ഉണ്ടാകുന്നത്? ദിവസവും നിയന്ത്രിതമായ തോതിൽ ഇട്ടുകൊടുത്ത സൂപ്പിന്റെ അളവ്, പോഷക സൂപ്പിന്റെ അളവ് അല്പം കൂട്ടിയിട്ടു. ഒരു പ്രാവശ്യം കൂടെ വൈകുന്നേരത്ത് പോഷക സൂപ്പ് ഇട്ടുകൊടുത്തു. അപ്പൊ എന്താ സംഭവിക്കുക? ഈ അധികം ഇടുന്ന പോഷക സൂപ്പിനെ ആഹരിക്കാൻ പാകത്തിലുള്ള മ്യൂട്ടേഷൻ സംഭവിച്ച ബാക്ടീരിയ ഉണ്ടെങ്കിൽ അവയുടെ വ്യാപനമായിരിക്കും ഫ്ലാസ്കുകൾ പിന്നീട് വരിക എന്നുള്ളതാണ്. അതുതന്നെയാണ് അദ്ദേഹം വിഭാവനം ചെയ്ത, അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അദ്ദേഹം ഫ്ലാസ്കുകളിലേക്ക് അധികമായി സൂപ്പിട്ട് കൊടുത്തപ്പോൾ പോഷക സൂപ്പിനെ ആഹരിക്കാൻ പാകത്തിൽ മ്യൂട്ടേഷൻ സംഭവിച്ച ബാക്ടീരിയയുടെ വംശം അവിടെ വർധന കാണിച്ചു എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? അവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ കളർ കോഡിങ്ങിന്റെ അര പ്ലസ് അര മൈനസ് എന്ന ആ ജീൻ വ്യത്യാസം, ജീന്റെ വകഭേദത്തെ അദ്ദേഹം സമർത്ഥമായി ഉപയോഗിച്ചത്. ഇങ്ങനെ ഇത് സംഭവിച്ചത് 2000 തലമുറയ്ക്ക് ശേഷമാണ്. ഒരു തലമുറ എന്ന് പറയുന്നത് ഒരു ദിവസം 6 അല്ലെങ്കിൽ 7 തലമുറ ജനിക്കും. ഈ 12 ഫ്ലാസ്കുകളിലായിട്ട് മാറ്റുമ്പോൾ 6 അല്ലെങ്കിൽ 7 തലമുറ ജനിക്കും എന്ന കണക്കുകൂട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് 2014 കണക്കനുസരിച്ച് 60,000 തലമുറകൾ എത്തി എന്ന് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ 2000 തലമുറ പിന്നിട്ടപ്പോൾ ഈ ബാക്ടീരിയകൾക്ക് നാടകീയമായ മാറ്റം സംഭവിച്ചു. അതിന്റെ പട്ടിണി പറക്കുമ്പോൾ ആഹരിച്ച് നിലനിൽക്കാനുള്ള മികവ് വർദ്ധിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല അതിന്റെ ശരീരവലിപ്പവും കൂടി. ഈ ശരീരവലിപ്പം കൂടിയത് കൊണ്ട് എങ്ങനെയാണ് മികവുണ്ടാകുന്നത് വേറൊരു കാര്യം. പക്ഷേ അവിടെ മികവും ശരീരവലിപ്പവും മ്യൂട്ടേഷനിലൂടെ കൂടി എന്നുള്ളതാണ്. ഇത് തെളിയിക്കാൻ അര പ്ലസ് അര മൈനസ് എന്ന ആ ജീൻ വ്യത്യാസത്തെ കളർ കോഡിങ്ങിനെ അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചു. പുതുതായി രൂപം കൊണ്ട മ്യൂട്ടേഷൻ സംഭവിച്ച ഫ്ലാസ്കിലെ ബാക്ടീരിയയെ മറ്റൊരു ഫ്ലാസ്കിലേക്ക് പകർന്നു. നേരത്തെ ശീതീകരിച്ച, മരവിപ്പിച്ച, വീണ്ടും ജീവിച്ച് തെളിവ് നൽകാൻ കാത്തു നിൽക്കുന്ന ആ ലിവിംഗ് ഫോസിലിനെ കൂടെ എടുത്ത് ഇതേ ഫ്ലാസ്കിൽ നിക്ഷേപിച്ചു. നോക്കൂ, 12 ഫ്ലാസ്കുകളിൽ നിന്നും വേറിട്ട് ഒരു പുതിയ ഫ്ലാസ്ക് അവിടെ പിറവിയെടുക്കുകയാണ്. മ്യൂട്ടേഷൻ സംഭവിച്ച് മികവ് വർദ്ധിച്ച് ശരീരവലിപ്പം കൂടിയ ഒരു കൂട്ടം ബാക്ടീരിയയും നേരത്തെ ഇതൊന്നും സംഭവിക്കാത്ത ഒരു ബാക്ടീരിയയും എടുത്ത് ഈ 6ാം ഗോത്രത്തിലാണ് പരീക്ഷണം നടത്തുന്നു എന്ന് വയ്ക്കുക. 6ാം ഗോത്രം തിരഞ്ഞെടുക്കുമ്പോൾ അര പ്ലസ് തിരഞ്ഞെടുക്കും.
മുൻ തലമുറയെ അര മൈനസും തിരഞ്ഞെടുക്കും. എന്നിട്ട് വീണ്ടും വളരാൻ അനുവദിക്കുമ്പോൾ ഏതാണ് കൂടുതലായി പ്രജനനം നടത്തുന്നത്, ഏതിന്റെ ശരീര വലിപ്പമാണ് കൂടുതൽ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിംഗ് ഔട്ട് നടത്തിയാൽ മതി. പ്ലേറ്റിംഗ് ഔട്ട് നടത്തിയാൽ ചുവപ്പായിട്ടും വെള്ളയായിട്ടും വേർതിരിയുമ്പോൾ അതിന്റെ വലിപ്പ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് ഏതിനാണ്, പുതിയ തലമുറയ്ക്കാണോ പഴയ തലമുറയ്ക്കാണോ വ്യാപനവും ശരീര വലിപ്പവും കൂടിയതെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുമല്ലോ. ഇത്തരത്തിൽ സംഭവിച്ച ഈ മ്യൂട്ടേഷൻ ഞാൻ ഒന്നുകൂടെ ചുരുക്കി പറയാം. 12 ഫ്ലാസ്കുകളിലായിട്ട് ദിനം പ്രതി 12 വികസിക്കുന്ന ആ പരീക്ഷണശാലയിലെ 2000 തലമുറ എത്തിയപ്പോൾ അധികമായി പോഷക സൂപ്പിനെ, ഗ്ലൂക്കോസിനെ ആഹരിക്കാൻ പാകത്തിൽ മ്യൂട്ടേഷൻ സംഭവിച്ച വിഭാഗത്തിന്, ഗോത്രത്തിന് അധിക വ്യാപനവും മികവും ശരീര വലിപ്പവും ഉണ്ടായി. പരീക്ഷണത്തിന്റെ ആദ്യഘട്ടത്തെത്തപ്പെട്ട വളരെ അത്ഭുതകരമായ പരിണാമത്തിന്റെ സിദ്ധാന്തങ്ങളെ അടിവരയിട്ടുറപ്പിക്കുന്ന ഒരു തെളിവ് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഈ 12 ഫ്ലാസ്കുകളിലും സമാനമായിട്ടാണോ ഈ മ്യൂട്ടേഷൻസ് ഉണ്ടായത്? അല്ല എന്നുള്ളതാണ് വസ്തുത. വ്യത്യസ്തമായ മ്യൂട്ടേഷൻസ് ഉണ്ടായി ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ലെൻസ്കി കണ്ടെത്തിയ മറ്റൊരു കാര്യം. ശരീരവലിപ്പം വർദ്ധിപ്പിക്കാനും ആഹാരം കൂടുതൽ അകത്താക്കാൻ പാകത്തുള്ള മ്യൂട്ടേഷൻ ഒരു രീതിയിലല്ല ഈ 12 ഗോത്രങ്ങളിലും സംഭവിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെയാണെങ്കിൽ തന്നെയും അത്ഭുതാവഹമായ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം കണ്ടെത്തി. ഈ 12 ഗോത്രത്തിലെയും 2 ജോഡി ഗോത്രങ്ങളിൽ 59 ജീനുകളുടെ പ്രഭാവം ഒരേ നിലയിൽ ഉണ്ടായതായി അദ്ദേഹം കണ്ടെത്തി. അതായത് ഈ 12 ഗോത്രത്തിലെ 2 ജോഡി ഗോത്രങ്ങളിൽ 51 ജീൻ പ്രഭാവം ഒരേ സമാനമായ രീതിയിൽ ഉണ്ടായി എന്നുള്ളതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് അസാധ്യമായ ഒരു കാര്യമാണെങ്കിൽ തന്നെയും ഇവിടെ അത് സംഭവിച്ചു എന്നുള്ളതാണ് പരീക്ഷണത്തിന് അനിശ്ചിതമായ തെളിവ് നൽകുന്നത്. ഇടയ്ക്ക് 1-2 കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. പരീക്ഷണത്തിന്റെ ഒരു ഘട്ടം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ. പരീക്ഷണം തുടർന്നുകൊണ്ടിരുന്ന വേളയിൽ 2000 തലമുറ കഴിഞ്ഞപ്പോൾ ആഹാരത്തെ അധികമായി സ്വീകരിക്കാനുള്ള മ്യൂട്ടേഷൻ സംഭവിച്ച ഗോത്രവർഗങ്ങൾ വ്യാപനം അധികരിപ്പിച്ചു എന്ന് മാത്രമല്ല അതിന്റെ ശരീര വലിപ്പം കൂടി എന്നുള്ളതാണ് കണ്ടെത്തിയ വസ്തുതയെങ്കിൽ ആ 12 പോപ്പുലേഷനും സമാനമായ രീതിയിലല്ല ഈ വർധനവ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. വ്യത്യസ്തമായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായ മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടാണ് ഈ 12 ഗോത്രങ്ങളും ഈ മികവ് നേടിയെടുത്തത് എന്നുള്ളതാണ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം, ഈ പരീക്ഷണം തുടങ്ങുന്ന 1988 ലെൻസ്കി പോലും കരുതിയില്ല ജിനോം പ്രോജക്റ്റ് ഈ പരീക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കും എന്ന്. പക്ഷേ ശാസ്ത്രത്തിന്റെ മുമ്പോട്ടുള്ള കുതിച്ചുപായലിൽ അദ്ദേഹത്തിന് അനുകൂലമായി വന്ന എല്ലാ ടെക്നോളജിയെയും സമർത്ഥമായി ഈ പരീക്ഷണത്തിൽ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്
ഈ പരീക്ഷണത്തെ വളരെ സമ്പുഷ്ടമാക്കി തീർക്കാൻ അത്തരം ടെക്നോളജികൾ, പ്രത്യേകിച്ചും ജിനോം പ്രോജക്റ്റ്, ജിനോം സീക്വൻസ് പ്രോജക്റ്റുകൾ വന്നതോടുകൂടി അദ്ദേഹത്തിന് ഇതിനെ വ്യക്തമായി വ്യത്യാസങ്ങളെ, ഓരോ ഗോത്രത്തിലെയും വ്യത്യാസങ്ങളെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരല്പം മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരല്പം പഴയ കഥയിലേക്ക് പോയിട്ട് നമുക്ക് ഉടനെ തന്നെ ഈ പരീക്ഷണത്തിലേക്ക് തിരിച്ചു വരാം. മനുഷ്യന്റെ കൺമുന്നിൽ സംഭവിക്കുന്ന പരീക്ഷണങ്ങൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ചേഞ്ച് ത്രൂ ടൈം, അതാണല്ലോ എവല്യൂഷൻ, പരിണാമം. ഒരുപാട് കാല ദൈർഘ്യമെടുത്തുള്ള മാറ്റങ്ങളാണ് പരിണാമമെങ്കിൽ ഈ പരിണാമത്തെ നമ്മൾ കൺമുന്നിൽ കാണാൻ വേണ്ടി ഒരുപാട് യത്നങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ കൃത്രിമ നിർദ്ധാരണം. പല തലമുറകൾ കൊണ്ട് നമുക്കാവശ്യമായ ട്രൈറ്റുകളെ ഉണ്ടാക്കിയെടുക്കാൻ, നമുക്കാവശ്യമായ ഗുണങ്ങളുള്ള ജീവിവർഗങ്ങളെ ഒരു ജീവിവർഗത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ റഷ്യൻ ശാസ്ത്രജ്ഞനായ ദിമിത്രി കെ വാല്യൂ എന്ന ശാസ്ത്രജ്ഞൻ സിൽവർ ഫോക്സ് എന്ന ഒരു ഇനം ചെന്നായ്ക്കളെ കൃത്രിമ നിർദ്ധാരണത്തിലൂടെ വളർത്തിയെടുത്തു. ആ പരീക്ഷണം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ലെൻസ്കിയുടെ പരീക്ഷണം പോലെ. ചെന്നായ്ക്കൾ മനുഷ്യരുമായി ഇണങ്ങിപ്പോകുന്ന ഒരു ജീവിവർഗം അല്ല. പക്ഷേ ദിമിത്രി കേവ് ആർട്ടിഫിഷ്യൽ സെലക്ഷനിലൂടെ വളർത്തിയെടുത്ത ചെന്നായ്ക്കൾ ശാരീരിക പ്രകൃതി അനുസരിച്ച് ചെന്നായ പോലെയാണെങ്കിൽ അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് മനുഷ്യനോട് ഇണങ്ങുന്ന നായ പോലെയെങ്കിൽ അങ്ങനെയുള്ള മ്യൂട്ടേഷൻ ഉണ്ടായ ഒരു വിഭാഗമായിട്ട് സിൽവർ ഫോക്സ് നിൽക്കുമ്പോൾ കൃത്രിമ നിർദ്ധാരണത്തിന്റെ ഒരു തെളിവാണ് അത്. മറ്റൊന്ന് ഫൈലോജനിക് ട്രീ. വൃക്ഷം അത് ആദ്യമായി വരച്ചത് പ്രസിദ്ധമായ ഡാർവിന്റെ പുസ്തകത്തിലുള്ള ഒരു ചിത്രം നിങ്ങളുടെ ഓർമ്മയിൽ വരുമായിരിക്കാം. ഇതിൽ സമാനമായ ജീവികളെ പല ഭാഗത്തും നമ്മൾ അവരോധിച്ചിട്ടുണ്ട്. ആ ജീവികളുടെ ഫിനോടൈപ്പിക് ആയിട്ടുള്ള, അനോട്ടമിക് ആയിട്ടുള്ള സാദൃശ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ വൃക്ഷം ഇന്ന് സമ്പുഷ്ടമാക്കിയിട്ടുള്ളത്. അതിലൂടെ തന്നെ ഓരോ ജീവിവർഗത്തിൻ്റെയും സമാനതയെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ ഒരു നിരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ് ഈ ഫൈലോജനിക് ട്രീ. അതിൽ രസാവഹമായ ഒരു കാര്യം, ഒരല്പം രസത്തിനു വേണ്ടി കൂടിയാണ് ഞാനിത് പറയുന്നത്. മൊളാക്സ്, അതൊരു ജീവിവർഗമാണ്. അതിന്റെ കണ്ണ് മാമലുകളുടെ കണ്ണുമായി സാദൃശ്യമുള്ളതാണ്.
നമ്മൾ കാണുന്നത് പോലെ മുളക്സും അതിന്റെ കണ്ണുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നു എങ്കിൽ മാമലുകളും ഈ മുളക്സും ഒരു പൊതുപൂർവികനെ പങ്കിടുന്നില്ല. വ്യത്യസ്തമായ രീതിയിൽ കൺവെർജന്റ് എവല്യൂഷൻ. വ്യത്യസ്തമായ രീതിയിലാണ് അവിടെ ഈ കണ്ണെന്ന പരിണാമം സംഭവിച്ചിട്ടുള്ളത്. സൃഷ്ടിവാദികളുടെ വിമർശനത്തിന് ഉപാധിയായി നിൽക്കുന്നതാണല്ലോ അരക്കണ്ണും കാൽക്കണ്ണും ഒക്കെ. ഡോക്കിൻസ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കൊണ്ട് തന്നെ വളരെ നന്നായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഈ അപ്ലോഡിന്റെ താഴെ അതിന്റെ ലിങ്ക് ഞാൻ നൽകാം. അതുപോലെ തന്നെയാണ് ചിറക്. പാറ്റ പറക്കുന്നുണ്ട്, കാക്ക പറക്കുന്നുണ്ട്, ദിനോസർ പറന്നിരുന്നു എന്ന് നമ്മൾ ഗ്ലൈഡ് ചെയ്യുന്ന പാമ്പുകളും പല്ലികളും ഒക്കെ. അത്തരത്തിൽ പറക്കാനുള്ള ശേഷിയും വിഭിന്നമായ ജീവിവർഗങ്ങളിൽ കൺവെർജന്റ് ആയിട്ടുള്ള എവല്യൂഷൻ ആണെങ്കിൽ, അതുപോലെ നമ്മൾ കണ്ട മറ്റൊരു കണ്ണുകൊണ്ട് കണ്ട നമ്മുടെ ജീവിതം കൊണ്ട് ഒരു പുരുഷായുസ് കൊണ്ട് കാണാൻ പറ്റിയ ഒരു പരിണാമമാണ് HIV വൈറസിൽ ഉണ്ടാകുന്ന ആന്റിബോഡി മരുന്നുകളെ പ്രതിരോധിക്കാനുള്ള മ്യൂട്ടേഷൻ സംഭവിച്ച HIV വൈറസ്. ഇങ്ങനെ മനുഷ്യൻ പരിണാമത്തെ പഠിക്കാൻ തുടങ്ങിയതിനു ശേഷം നിരീക്ഷണ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേ ഇരുന്നു എന്നുള്ളതാണ് വസ്തുത. ശാസ്ത്രത്തിന്റെ രീതിയും അതാണല്ലോ. കിട്ടാവുന്ന മാർഗങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നൂതനമായി പൊന്തിവരുന്ന അറിവുകളെ സ്വാംശീകരിച്ചുകൊണ്ട് ഉള്ള സിദ്ധാന്തങ്ങളെ സമ്പുഷ്ടമാക്കുക എന്നുള്ളത് ശാസ്ത്രത്തിന്റെ പണിയാണെങ്കിൽ, നമുക്ക് ലെൻസ്കിയുടെ പരീക്ഷണത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. അങ്ങനെ 2000 തലമുറ കഴിഞ്ഞപ്പോൾ മികവുറ്റ ശരീരവലിപ്പം കൂടിയ തലമുറകളെ അവിടെ നമുക്ക് കാണാൻ സാധിച്ചു. അതങ്ങനെ തുടർന്നു കൊണ്ടിരുന്നപ്പോൾ 33,000 ജനറേഷൻസ് കഴിഞ്ഞപ്പോൾ വ്യക്തമായി പറയുകയാണെങ്കിൽ 33,100 തലമുറയിൽ വളരെ നാടകീയമായ ഒരു മാറ്റം സംഭവിച്ചു. -3 എന്ന ഗോത്രത്തിലാണ് അത് സംഭവിച്ചത്. അതിന്റെ വ്യാപനം മറ്റു തലമുറകളെ താരതമ്യം ചെയ്യുമ്പോൾ 6 മടങ്ങ് വർദ്ധിച്ചു എന്നുള്ളതാണ്. ഫ്ലാസ്കിൽ നിന്നും ഫ്ലാസ്കിലേക്ക് മാറ്റുമ്പോൾ ഈ -, എന്ന ഗോത്രത്തിന്റെ വ്യാപനം തുടർന്നുള്ള എല്ലാ ഫ്ലാസ്കുകളിലും 6 മടങ്ങ് വർധനം ഉണ്ടാകാൻ സാധിച്ചു.
ഗ്ലൂക്കോസ് അധികം ഇട്ടത് കൊണ്ടാണോ? അല്ലേ, അല്ല. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, പോഷക സൂപ്പിൽ സിട്രേറ്റ് എന്ന മാധ്യമം ഉണ്ടായിരുന്നു. ഈ സിട്രേറ്റ് ഓക്സിജൻ ഉള്ള വേളയിൽ ബാക്ടീരിയക്ക് ഭക്ഷിക്കാൻ പാകത്തിലുള്ളതല്ല. പരീക്ഷണം തുടങ്ങുമ്പോഴുള്ള ബാക്ടീരിയ സിട്രേറ്റിനെ ആഹാരമായി, പ്രത്യേകിച്ച് ഓക്സിജൻ ഉള്ള വേളയിൽ സ്വീകരിക്കാൻ പര്യാപ്തമായിരുന്നവയല്ല. അങ്ങനെ അതിനെ ആഹാരമാക്കി സ്വീകരിക്കുവാൻ അതിന് പറ്റിയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ 33,100 തലമുറ കഴിഞ്ഞ അര മൈനസ് എന്ന തലമുറയ്ക്ക് ഈ പോഷക സൂപ്പിലെ സിട്രേറ്റിനെ ആഹരിക്കാൻ പാകത്തിൽ മ്യൂട്ടേഷൻ സംഭവിച്ചതുകൊണ്ട് അതിന്റെ വ്യാപനം കൂടി. അതാണല്ലോ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. പ്രകൃതി നിർദ്ധാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ, ഇത്തരത്തിലുള്ള മികവുകളെ പ്രോത്സാഹിപ്പിക്കുമെങ്കിൽ ഇവിടെ സംഭവിച്ചതും അതുതന്നെയാണ്. അതായത് 2 മ്യൂട്ടേഷൻസ്, പ്രധാനമായ മ്യൂട്ടേഷൻസ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. 2000 തലമുറ കഴിഞ്ഞപ്പോൾ ശരീര മികവും വലിപ്പവും കൂടിയ ഒരു ജനറേഷൻസ് അവിടെ ഉണ്ടായി വരികയും മുൻ തലമുറകളെ പിന്തള്ളിക്കൊണ്ട് അധികമായ വ്യാപനങ്ങളും ശരീര വലിപ്പവും പ്രകടിപ്പിച്ചു എങ്കിൽ 12 ഗോത്രങ്ങളെ പിന്തള്ളിക്കൊണ്ട് അര -3 എന്ന ഗോത്രം അതിന്റെ വ്യാപനം 6 മടങ്ങ് വർദ്ധിപ്പിച്ചു എങ്കിൽ സിട്രേറ്റിനെ ആഹരിക്കാൻ പാകത്തിലുള്ള ഒരു മ്യൂട്ടേഷൻ ആ ഗോത്രത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഇതെങ്ങനെ മനസ്സിലാക്കും? നേരത്തെ കണ്ട അതേ അര പ്ലസ് അര മൈനസ് എന്ന കളർ കോഡിംഗ് ഉപയോഗിച്ചു, ജീൻ കോഡിംഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ലെൻസ്കിയും കൂട്ടരും ഇത് കണ്ടെത്തിയത്. അവര് ഈ പഠനം നടത്തിയപ്പോൾ ഇത് ഒറ്റയ്ക്ക് സംഭവിച്ച ഒരു മ്യൂട്ടേഷന്റെ ഫലമല്ല എന്ന് കണ്ടെത്തുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് അത് ഞാൻ ചുരുക്കി പറയാം. 20ാം തലമുറ കഴിഞ്ഞപ്പോൾ ഈ സിട്രേറ്റിനെ ആഹരിക്കാൻ പാകത്തിലുള്ള എ എന്ന ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചു. മറ്റു ഗോത്രങ്ങളിലും ഇത് സംഭവിച്ചിരിക്കാം. പക്ഷേ സിട്രേറ്റിനെ ആഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ കഴിവുണ്ടാക്കുന്ന മറ്റൊരു മ്യൂട്ടേഷന്റെ ആവശ്യം കൂടെ അവിടെയുണ്ട്. മ്യൂട്ടേഷൻ ബി എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഇവിടെ 33,100 തലമുറയിലെ അര മൈനസ് ഗോത്രത്തിന് ആ മ്യൂട്ടേഷൻ കൂടെ സംഭവിച്ചു എങ്കിൽ സഞ്ചിതമായ ഈ 2 മ്യൂട്ടേഷൻ ഒരു ഗോത്രത്തിൽ സംഭവിച്ചതുകൊണ്ട് പ്രകൃതി നിർദ്ധാരണം വഴി അതിന്റെ വ്യാപനം 6 മടങ്ങ് വർദ്ധിച്ചു എങ്കിൽ അനിഷേധ്യമായ രീതിയിൽ ഭൂമിയിൽ നടക്കുന്ന പരിണാമത്തിന്റെ പറിച്ചു നടലിനാണ് ലെൻസ്കി ഇവിടെ രൂപം നൽകി അജയ്യമായ ഈ തെളിവിനെ ശാസ്ത്രലോകത്തിന് മുമ്പിൽ സംഭാവന ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ 2 മ്യൂട്ടേഷനിലൂടെയാണ് ഇത് തെളിയിച്ചത്. ഇതിന് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തേണ്ടി വരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യനായ സാക്കറി ബ്ലൗണ്ട് $40 ട്രില്യൺ ബാക്ടീരിയയെ പരിശോധിച്ചുകൊണ്ടാണ്. 40 ട്രില്യൺ എന്ന് പറയുമ്പോൾ 40 കഴിഞ്ഞ് 12 പൂജ്യം ഇട്ടാലുള്ള സംഖ്യയാണ്. 40 ട്രില്യൺ
സെല്ലുകളിൽ പരീക്ഷണം നടത്തിക്കൊണ്ടാണ് ഇതിനെ തെളിയിച്ചതെങ്കിൽ ലെൻസ്കിയുടെ പരീക്ഷണം തെളിയിക്കുന്നത് ഭൂമിയിൽ നടക്കുന്ന പരിണാമം എന്നുള്ളത് നിലനിൽക്കുന്ന ജീവിവർഗത്തിൽ ഉൽപരിവർത്തനം മ്യൂട്ടേഷൻ സംഭവിക്കുകയും അത് അടുത്ത തലമുറയിലേക്ക് പകർത്തപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ലൈംഗിക കോശങ്ങളിൽ മ്യൂട്ടേഷൻ സംഭവിക്കുക അല്ലെങ്കിൽ ബാക്ടീരിയയിൽ മ്യൂട്ടേഷൻ സംഭവിക്കുക, ഇത് അടുത്ത തലമുറയിൽ പകർത്തപ്പെടുകയും അവിടെ ആഹാരം തുടങ്ങിയുള്ള അനുകൂല ആവാസ വ്യവസ്ഥയാൽ പ്രകൃതി നിർദ്ധാരണത്താൽ പ്രോത്സാഹിപ്പിക്കപ്പെടുമെങ്കിൽ ആ സ്പീഷീസ് അതിജീവിക്കും. അങ്ങനെയുള്ള സഞ്ചിതമായ മാറ്റങ്ങളാണ് പുത്തൻ ജീവിവർഗത്തിന്റെ ഉടലെടുപ്പിന്, പുത്തൻ ജീവിവർഗം സംജാതമാകാൻ പ്രവർത്തിക്കുന്ന അടിസ്ഥാന രേഖകളെങ്കിൽ അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. പുത്തൻ സ്പീഷീസ് ഉണ്ടായില്ല എന്നാണ് സൃഷ്ടിവാദക്കാർ പറയുക. അത് ശരിയല്ല. എന്താണ് സ്പീഷീസ് എന്ന നിർവചനമാണ് ഇവിടെ പ്രധാനമായി വേണ്ടത്. ശരീര വലിപ്പം, ആഹാരം, ജീനോം സീക്വൻസ്, ജീൻ കോഡ്, ഇവയിലുള്ള വ്യത്യാസവും മാറ്റവും ഒരു ജീവിവർഗത്തെ മറ്റൊരു ജീവിവർഗത്തിൽ നിന്നും വ്യതിരിക്തമാക്കുന്നുവെങ്കിൽ ആ വ്യത്യാസം ഈ ഈക്കോലി ബാക്ടീരിയയിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഇത്തരം മാറ്റങ്ങൾ പാത്തജൻസിൽ കണ്ടുകൊണ്ട് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി നമ്മുടെ മരുന്നുകളെ പിടിച്ചു നിർത്താൻ പാടുപെടുമ്പോൾ അതാണ് ഇവിടെയും സംഭവിച്ചത്. വിക്കിപീഡിയയുടെ കുപ്രസിദ്ധമായ പകർപ്പായ കൺസർവേറ്റീവീഡിയയുടെ എഡിറ്ററായ ആൻഡ്രൂ ഷാഫ്ലി അദ്ദേഹം ലെൻസ്കിക്ക് എഴുതി, നിങ്ങളുടെ പരീക്ഷണത്തിന്റെ വിശദാംശങ്ങൾ എനിക്ക് വേണം, സംശയം വരത്തക്ക രീതിയിലുള്ള ഒരു ചോദ്യം. ലെൻസ്കി അതിന് മറുപടി എഴുതി. അദ്ദേഹത്തിന്റെ വിശാലതയാണ് ആ മറുപടിയിലൂടെ പുറത്തു വന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എൻ്റെ പരീക്ഷണ പ്രബന്ധം വായിക്കുക. മാത്രമല്ല, ഞാൻ ശീതീകരിച്ചു വെച്ച ഫോസിലുകൾ ഇപ്പോഴും അവിടെയുണ്ട്. യോഗ്യതയുള്ള ഒരു ബയോളജിസ്റ്റിന്, ബാക്ടീരിയോളജിസ്റ്റ് വന്ന് പരിശോധിക്കാൻ പാകത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. വന്നു പരിശോധിക്കൂ. പക്ഷേ അനർഹമായ കൈകളിലേക്ക് എത്തപ്പെടുകയാണെങ്കിൽ ആപത്താണ്. ബാക്ടീരിയ ചിലപ്പോൾ ആപത്തായി മാറുമല്ല. അതുകൊണ്ട് അനർഹമായ കൈകളിലേക്ക് തരാൻ ഞാൻ തയ്യാറല്ല. ബാക്ടീരിയോളജിസ്റ്റ് ആണെങ്കിൽ വരൂ, നമുക്ക് ഇത് പരിശോധിക്കാമെന്ന് വക്കീലായ ഈ ഷഫ്ലിയെ വെല്ലുവിളിച്ചുകൊണ്ട്, ശാസ്ത്രം സൃഷ്ടിവാദക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് 1988 തുടങ്ങിയ പരീക്ഷണം ഇന്നും തുടരുമ്പോൾ ഭൂമിയിൽ നടക്കുന്ന പരീക്ഷണത്തിന് സമാനമായ പരീക്ഷണം, ഭൂമിയിൽ ഒരു ജീവിവർഗത്തിൽ പരിണാമം നടക്കാൻ ഒരുപാട് കാലയളവ് വേണ്ടി വരുമെങ്കിൽ മിനിറ്റുകൾ കൊണ്ട്, ദിനങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന മ്യൂട്ടേഷൻസ് ബാക്ടീരിയയിൽ സാധാരണമാണെങ്കിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ടാണ്, ആ ഒരു രീതിയെ ഫലവത്തായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ലെൻസ്കി അനിഷേധ്യമായ ഒരു തെളിവ് നൽകി ശാസ്ത്ര കുതികൾക്ക് വളരെ പ്രാഗൽഭ്യത്തോടുകൂടി പരിണാമത്തെ ഒരു ശാസ്ത്ര സത്യമായി ഇവിടെ വിവരിച്ചു.